എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സാറിനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് വലിയ ആളുകളിൽ കാണുന്ന വാരിക്കോസ് വെയിനിനെ പറ്റിയാണ്. പലർക്കും എന്താണ് ഈ വാരിക്കോസ് വെയിൻ എന്നുള്ളത് അറിയില്ല. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ദുഷിച്ച രക്തം പല സ്ഥലത്തും കെട്ടിക്കിടക്കുന്നതിനെയാണ് വാരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പല ചികിത്സകളിലേക്കും പഠിപ്പും വിവരമുള്ള ആളുകൾ വരെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അശുദ്ധ രക്തം കൊണ്ടാണ് വാരിക്കോസ് വെയിൻ വരുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മൂലം. അപ്പൊ എന്താണ് വാരിക്കോസ് വെയിൻ എന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ എന്താണ് അതിന്റെ ചികിത്സ എന്നുള്ളത് കൂടി നമുക്ക് അറിയാൻ പറ്റൂ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാരിക്കോസ് വെയിൻ എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ്. ചികിത്സയെ പറ്റി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, വാരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തധമനികൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ആർട്ടറികളുണ്ട്, വെയിനുണ്ട്. ആർട്ടറികൾ എന്ന് പറഞ്ഞാൽ ശുദ്ധരക്തം, അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം, ഹൃദയത്തിന്റെ ഇടത് ഭാഗത്ത് നിന്ന് ശുദ്ധരക്തം അതായത് ഓക്സിജൻ നിറഞ്ഞ ശുദ്ധരക്തം എല്ലാ അവയവങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ധമനികളാണ് ആർട്ടറികൾ. എന്നാൽ വെയിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ അവയവങ്ങളിൽ നിന്ന് തന്നെ അശുദ്ധ രക്തം തിരിച്ച് ഹാർട്ടിലേക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ധമനികളെയാണ് വെയിനുകൾ എന്ന് പറയുന്നത്. സോ ഈ വെയിനിൽ ഉണ്ടാവുന്ന എന്തോ ഒരു പ്രശ്നമാണ് വാരിക്കോസ് വെയിൻ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സാധാരണ രീതിയിൽ വാരിക്കോസ് വെയിൻ എവിടെയാണ് കാണാറുള്ളത്? നമ്മുടെ കാലുകളിലാണ് കാണാറുള്ളത്, അല്ലെ? നമുക്ക് കണങ്കാലില്, അല്ലെങ്കിൽ കാലുകളുടെ പിൻഭാഗത്ത്, നമ്മുടെ മുട്ടിന്റെ പിൻഭാഗത്ത്, അല്ലെങ്കിൽ അതിന്റെ തൊടയുടെ ഭാഗത്ത് ഒക്കെയാണ് നീല കളറിൽ ഇങ്ങനെ വെയിനുകൾ ചുരുണ്ടുകൂടിയിട്ട് കാണുന്നത്. സോ കാലിന്റെ വെയിനുകളെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വാരിക്കോസ് വെയിൻ, ഇങ്ങനെ ഈ വെയിനുകളൊക്കെ ചുരുണ്ടുകൂടി അതിലിങ്ങനെ ബ്ലഡ് ഇങ്ങനെ കിടക്കുന്നത് നീല കളറിൽ നമുക്ക് എന്തുകൊണ്ടാണ് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കാല് ഇപ്പൊ നമ്മള് വളരെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ നിവർന്നു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണ് നിൽക്കുന്നത്, അല്ലെ? സോ ഇങ്ങനെയുള്ള നമ്മൾ ഉയർന്നു നിൽക്കുമ്പോൾ ശരിക്കും നമ്മുടെ രക്തം എവിടെ നിന്ന് എവിടേക്കാണ് ഒഴുകേണ്ടത്? മുകളിൽ നിന്ന് താഴോട്ടേക്ക്. അതാണല്ലോ നമ്മുടെ ഗുരുത്വാകർഷണ ബലം, അല്ലെ? ഇപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം നമ്മുടെ രക്തം ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ ഒഴുകാൻ പാടുള്ളൂ. എന്നാൽ അങ്ങനെയാണോ നമ്മുടെ രക്തം ഒഴുകുന്നത്? അങ്ങനെ ഒരു ഡയറക്ഷനിൽ മാത്രം ഒഴുകി കഴിഞ്ഞാൽ കാലിൽ പോയിട്ട് എല്ലാ രക്തവും കെട്ടിക്കിടക്കില്ലേ? അപ്പൊ കാലിൽ നിന്നുള്ള രക്തം തിരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തു നിന്നും, ഈ പറയുന്ന ഈ അറ്റത്ത് നിന്ന്, ഇവിടെ നിന്ന്, കാലിന്റെ അറ്റത്ത് നിന്ന്, എല്ലായിടത്തു നിന്നും അശുദ്ധ രക്തം തിരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന ധമനികളാണ് വെയിനുകൾ. സോ എങ്ങനെയാണ് ഈ ഗുരുത്വാകർഷണ ബലത്തിന് എഗെയിൻസ്റ്റ് എങ്ങനെയാണ് നമ്മുടെ കാലിൽ നിന്നുള്ള ഈ വെയിനുകൾ, അല്ലെങ്കിൽ ഈ കാലിൽ നിന്നുള്ള ഈ അശുദ്ധ രക്തം നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ വെയിനുകൾ എത്തിക്കുന്നത്? അത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? സോ അതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് ആരാന്നറിയോ? നമ്മുടെ കാലിലെ മസിലുകളാണ്. ഇപ്പൊ നമ്മുടെ കാഫ് മസിൽ പോലെയുള്ള മസിലുകൾ. ഈ മസിലുകൾ കൺട്രാക്ട് ചെയ്തിട്ടാണ് നമ്മുടെ കാലിലേക്ക് ശുദ്ധരക്തം കൊണ്ടുപോകുന്ന ആർട്ടറികളിൽ നിന്ന് അശുദ്ധ രക്തം തിരിച്ച് വെയിനുകൾ കാലിന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാം, ഗുരുത്വാകർഷണ ബലത്തിന് എതിരെ ഒരു ദ്രാവകം പോകുമ്പോൾ, അതിപ്പോ ഇവിടെയാണെങ്കിൽ രക്തം, അങ്ങനെ പോകുന്ന സമയത്ത് തിരിച്ചത് താഴത്തേക്ക് പോകാനുള്ള സാധ്യതയില്ലേ? ഉണ്ട്. അപ്പൊ അത് തിരിച്ച് താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചില വാൽവുകൾ, പല സ്ഥലങ്ങളിലായിട്ട് വാൽവുകളുണ്ട്. നമ്മുടെ ഈ പറയുന്ന ധമനികളിൽ, വെയിനുകളിൽ പല സ്ഥലങ്ങളിൽ, പല ജോയിന്റുകളിലായിട്ട് വാൽവുകളുണ്ട്. എന്തിനാണ് വാൽവ്? നമ്മൾ ഈ മോട്ടറിന്റെ ഒക്കെ വാൽവ് കണ്ടിട്ടില്ലേ? എന്തിനാണ് വാൽവ്? നമ്മൾ വാൽവ് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ പോകൂ. മറ്റേ ലീക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ വാൽവ് വെക്കുന്നത്. സോ ഈ വാൽവുകൾക്കും അതേ ജോലിയാണ്. എന്താണ് അവരുടെ ജോലി? ഈ താഴെ നിന്ന് മുകളിലേക്ക് കയറുന്ന അശുദ്ധ രക്തം, വെയിനുകൾ വഴി താഴെ നിന്ന് മുകളിലേക്ക് കയറുന്ന അശുദ്ധ രക്തം തിരിച്ച് താഴേക്ക് തന്നെ ഒഴുകാതെ നോക്കുകയാണ് ഈ വാൽവുകളുടെ ജോലി. അപ്പോ എന്താണ് വാരിക്കോസ് വെയിൻ എന്നതിലേക്ക് വരികയാണ്. ഈ വാൽവുകൾ ശരിക്കും പണിയെടുക്കാതെയായി ഈ വാൽവുകളിൽ ലീക്ക് വരുമ്പോഴാണ് വാരിക്കോസ് വെയിൻ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന രക്തത്തെ തിരിച്ച് താഴേക്ക് പോകുന്നത് തടയുന്ന വാൽവുകളുടെ പ്രവർത്തനത്തിൽ പ്രശ്നം വരുമ്പോഴാണ്, ഈ വാൽവുകളിൽ ലീക്ക് വരുമ്പോഴാണ് വാരിക്കോസ് വെയിൻ ഉണ്ടാവുന്നത്. സോ എന്താ ഉണ്ടാവുന്നത്? ഈ പറയുന്ന അശുദ്ധ രക്തം തിരിച്ച് താഴത്തേക്ക് തന്നെ പോയിട്ട് നമ്മുടെ കാലുകളുടെ പല ഭാഗങ്ങളായിട്ട് കെട്ടിക്കിടക്കും. അതാണ് നിങ്ങൾ പല സ്ഥലത്തും ഞരമ്പ് തടിച്ചിട്ട്, ഞരമ്പ് എന്ന് പറയുന്നത് ഈ വെയിനെയാണ് കേട്ടോ. പലരും നെർവിനെ ഞരമ്പ് എന്ന് പറയാറുണ്ട്. അപ്പൊ എന്തോ ആവട്ടെ, ഈ വെയിനുകൾ ഇങ്ങനെ തടിച്ച് ഉരുണ്ടിങ്ങനെ അട്ടകളെ പോലെയൊക്കെ ഇങ്ങനെ കിടക്കുന്നത്, അതിൽ പലപ്പോഴും രക്തം കട്ട പിടിച്ചെന്നല്ല, ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് നമുക്കിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പലപ്പോഴും അറിയാം. അത് പല രീതിയിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ വളരെ ഇങ്ങനെ നാര് പോലെ നീല കളറിലെ, അതാണ് അതിന്റെ തുടക്കം. ഓക്കെ, കുറച്ചുകൂടിയൊക്കെ അധികമായി കുറച്ച് മൂർച്ഛിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ രക്തക്കുഴലുകൾ, ഇങ്ങനെ വെയിനുകൾ ഇങ്ങനെ തടിച്ചുരുണ്ട് അതിലിങ്ങനെ അശുദ്ധമായ രക്തം നീല കളറിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്കിന്നിൽ വലിയ മാറ്റങ്ങൾ വന്ന് അൾസർ ആവാൻ വരെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ വാരിക്കോസ് വെയിൻ ഒരിക്കലും ഒരു സിമ്പിൾ അസുഖമല്ല. നമ്മൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അവിടുത്തെ സ്കിന്നൊക്കെ കറുത്ത കളറായി പതുക്കെ അത് അൾസർ, അവിടെ സ്കിന്നിൽ ഒരു വലിയ വ്രണം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ വ്രണം ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചിട്ട് ഷുഗർ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അത് വളരെയധികം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പലപ്പോഴും പലർക്കും കാല് ആംപ്യൂട്ടേഷനൊക്കെ, അതായത് മുറിച്ചൊക്കെ കളയേണ്ട അവസ്ഥ ഷുഗർ പേഷ്യൻസിന് പലപ്പോഴും വാരിക്കോസ് വെയിൻ വഴി ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വാരിക്കോസ് വെയിൻ. അല്ലാതെ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അശുദ്ധ രക്തം, ശരിയാണ്, അശുദ്ധ രക്തം കെട്ടിക്കിടക്കുന്നത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ്? നിങ്ങളുടെ രക്തത്തിന്റെ പ്രശ്നം കൊണ്ടൊന്നുമല്ല. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്റെ രക്തം നന്നല്ല, എന്റെ രക്തം അശുദ്ധ രക്തമാണ്. നമുക്ക് എല്ലാവർക്കും ശുദ്ധരക്തവും അശുദ്ധ രക്തവും ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് മാത്രമല്ല, വാരിക്കോസ് വെയിൻ ഉള്ളവർക്ക് മാത്രമല്ല. വാരിക്കോസ് വെയിൻ ഉള്ളവർക്ക് എന്താണ് പ്രശ്നം? ഇത് താഴേന്ന് മുകളിലേക്ക് വരുന്നത് തടയുന്ന, അല്ലെങ്കിൽ തിരിച്ച് ലീക്കായിട്ട് താഴേക്ക് തന്നെ പോകുന്നത് തടയുന്ന വാൽവുകൾക്ക് പ്രവർത്തനം ശരിയാവുന്നില്ല, അതിൽ ലീക്ക് വരുന്നു. ആ വാൽവുകൾ പ്രോപ്പർ ആയിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ കെട്ടിക്കിടക്കില്ല. മനസ്സിലായോ? സോ ഇതാണ് വാരിക്കോസ് വെയിൻ കേട്ടോ. പിന്നെ ഈ വാരിക്കോസ് വെയിന്റെ വേറെ പല പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്തം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കാലിലുള്ള മസിലുകളിലേക്ക് കൃത്യമായിട്ട് രക്തം എത്തില്ല. അപ്പൊ അതുകൊണ്ട് കാല് ഭയങ്കര വേദന, നമുക്ക് കുറെ സമയം നിൽക്കാനും നടക്കാനും സാധിക്കാതിരിക്കുക, ഭയങ്കര ക്രാമ്പ് വരിക, കാലിന്റെ മസിൽ പിടിക്കുക, കാലുകൾക്ക് ബലക്ഷയം തോന്നുക, അതുപോലെ ഇങ്ങനെ സ്കിന്നിൽ മാറ്റങ്ങൾ വരിക, വ്രണം രൂപപ്പെടുക, ഇതെല്ലാം വാരിക്കോസ് വെയിനിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പോ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് വിടരുത്, അതിന് പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സ വേണം. പിന്നെ ഇനി വാരിക്കോസ് വെയിൻ വരാൻ സാധ്യതയുള്ളത് ആർക്കാണെന്നറിയോ? കുറേ സമയം നിൽക്കുന്നവർക്ക്. അപ്പോൾ ഈ കണ്ടക്ടർമാർക്കൊക്കെ എപ്പോഴും പറയും, അതായത് അല്ലെങ്കിൽ ഇപ്പൊ പോലീസ്, പാറാവുകാര്, അങ്ങനെ കുറേ സമയം ഇങ്ങനെ ഡിപ്പെൻഡന്റ് ആയിട്ട്, അതെന്തുകൊണ്ടാ? നമ്മള് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലെ? അപ്പോൾ അങ്ങനെ കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വാരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കോമൺ ലോജിക് ആണ്, കോമൺ സെൻസ് ആണ്. കാരണം അവരെപ്പോഴും എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ രക്തം മുകളിലേക്ക് കയറാനുള്ള സാധ്യത കുറവാണ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ചിട്ട്. സോ അവർക്ക് എപ്പോഴും രക്തം ഇങ്ങനെ താഴെ കെട്ടിക്കിടന്ന് വാരിക്കോസ് വെയിൻ ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. വാരിക്കോസ് വെയിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ്, എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാവില്ല. ഇന്ന് നമ്മൾ വാരിക്കോസ് വെയിൻ എന്താണ് എന്ന് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. വാരിക്കോസ് വെയിന്റെ നാളെ തന്നെ നമുക്ക് എടുക്കാം വാരിക്കോസ് വെയിനിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്. ഞാൻ ഇപ്പൊ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അട്ടയെ കൊണ്ട് പലരും വാരിക്കോസ് വെയിന് ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. എനിക്കറിയുന്ന പല അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളും ഇനി ട്രീറ്റ്മെന്റിന് പോയി ഞാൻ കണ്ടു. ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. അവർ പറയുന്നത് അശുദ്ധരക്തം കെട്ടിക്കിടക്കല്ലേ, അപ്പൊ അശുദ്ധരക്തം അങ്ങ് അട്ട കടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധരക്തം പോയില്ലേ? എത്ര വലിയ പൊട്ടത്തരാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ അശുദ്ധ രക്തം കെട്ടിക്കിടക്കുന്നത് അട്ടയെ കടുപ്പിച്ചിട്ട് ആ അശുദ്ധരക്തം പോയി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ പ്രശ്നം മാറുന്നുണ്ടോ? നമ്മുടെ പ്രോബ്ലം ഇവിടെ നമ്മുടെ കാലിന്റെ വാൽവുകളിലാണ്. സോ ആ വാൽവ് എത്ര കാലം കേടുവന്ന് കിടക്കുന്നു അത്രയും കാലം പിന്നെയും ഈ പറയുന്ന അശുദ്ധരക്തം അവിടെ കെട്ടിക്കിടക്കും. നിങ്ങൾ അപ്പൊ കെട്ടിക്കിടക്കുന്ന രക്തം അട്ടയെ കൊണ്ട് കടുപ്പിച്ച് വലിപ്പിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല, തിരിച്ച് വീണ്ടും രക്തം അവിടെ കെട്ടും. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ദോഷം എന്താണ്? ഈ അസുഖം മാറില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ലോസ് ആവുകയാണ്. ഈ അട്ട കടിച്ചു പോകുന്ന രക്തം മുഴുവൻ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന രക്തമാണ്, നിങ്ങളുടെ രക്തമാണ്. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവും? നിങ്ങൾക്ക് അനീമിയ, അതായത് വിളർച്ചയുണ്ടാവും. അത് മാത്രമാണ് ഈ അട്ട ചികിത്സ കൊണ്ട് ഉണ്ടാകുന്ന ഗുണം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അട്ട ചികിത്സയ്ക്കൊന്നും പോകരുത്. കാരണം പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ അശുദ്ധ രക്തം കൊണ്ടാണ്, എന്റെ രക്തം ശുദ്ധമല്ല, അതുകൊണ്ടാണ് ഇത് കെട്ടിക്കിടക്കുന്നത്. അതങ്ങ് അപ്പോ അട്ട കടിച്ച് ആ രക്തം അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗം ഭേദമാവുമെന്ന് പലരും വിചാരിക്കും. പലർക്കും ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് കാണും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രക്തക്കുഴലിങ്ങനെ കെട്ടിക്കിടക്കുന്ന രക്തമൊക്കെ ഈ അട്ട കടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ആ രക്തക്കുഴൽ ചുരുങ്ങും, അല്ലെ? അതിന്റെ രക്തം പോകുമ്പോൾ. അപ്പൊ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഹായ് ഒക്കെ നല്ല രീതിയിൽ മാറിയെന്ന് തോന്നും. കുറച്ചു ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതേ പ്രശ്നം തന്നെ വന്ന് ആ രക്തക്കുഴലുകളിൽ വീണ്ടും അശുദ്ധ രക്തം കെട്ടിക്കിടന്ന് വാരിക്കോസ് വെയിൻ തിരിച്ചു വരും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അട്ട കടിക്കലൊന്നുമല്ല, അട്ടയെ കൊണ്ട് കടിപ്പിക്കലൊന്നുമല്ല വാരിക്കോസ് വെയിന്റെ ട്രീറ്റ്മെന്റ്. അതിന് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ലഭ്യമാണ്. ഇന്ന് ഒരു ഓപ്പറേഷൻ വേണ്ടാതെ, കുറച്ചു കാലം മുമ്പേക്ക്, അതൊരു 10-20 കൊല്ലം മുമ്പേക്ക് ഇതിന് ഓപ്പറേഷൻ വേണമായിരുന്നു. ഇന്ന് ഓപ്പറേഷൻ ഒന്നും വേണ്ട, വളരെയധികം ഇഫക്റ്റീവായ ട്രീറ്റ്മെന്റ് നമുക്ക് ലഭ്യമാണ്. അതിനെപ്പറ്റി നമ്മൾ നാളെയാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് വാരിക്കോസ് വെയിൻ എന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഈ വാരിക്കോസ് വെയിനെ പറ്റി എന്തെങ്കിലും, ട്രീറ്റ്മെന്റിനെ പറ്റിയല്ല, വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉത്തരം പറയാം. കുറെ പേര് കാണുന്നുണ്ട്, മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം. കാരണം ഇന്നും ഇത്തരത്തിലുള്ള കപട ചികിത്സ ആളുകള്, ഈ അട്ട കടുപ്പിക്കല്, ഹിജാമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കപട ചികിത്സ ആളുകള് ഈ പറയുന്ന വാരിക്കോസ് വെയിൻ ഉള്ള ആളുകളെ വളരെയധികം ചൂഷണം ചെയ്യുന്നുണ്ട്. ഞാനത് എന്റെ കണ്ണിന്റെ മുമ്പിൽ പലതവണ കണ്ടിട്ടുണ്ട്. എത്ര പറഞ്ഞു കൊടുത്താലും ആളുകൾക്ക് അത് മനസ്സിലാവുന്നില്ല. സോ അതുകൊണ്ടാ പറയുകയാണ്, ദയവ് ചെയ്തിട്ട് ഇത് പലപ്പോഴും ബ്ലീഡിംഗ് ഒക്കെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ അട്ട കടിച്ചിട്ടേ രക്തം നിൽക്കാതെ ബ്ലീഡിംഗ് ആയിട്ട് എന്നിട്ട് നമ്മുടെ ആശുപത്രിയിലേക്ക് ഓടി വരും. സോ നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു വിഷയം മാക്സിമം പേരിലേക്ക് എത്തിക്കാൻ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്ത് എത്തിക്കുക കേട്ടോ.
ഓക്കെ, ഫൈൻ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇതിനെ പറ്റിയിട്ട്, വാരിക്കോസ് വെയിൻ വരുന്നതിനെ പറ്റിയിട്ട്? ശരിയാണ്, പലരും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതെ, അങ്ങനെ ഞാൻ ചെയ്യുന്നത് ഞാനും കണ്ട് എനിക്ക് സങ്കടം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക് എടുത്തിട്ടത്. പ്രായം ഇതിന് ഘടകമാണോ? ഒബ്വിയസ്ലി കുട്ടികളിൽ നമുക്ക് വാരിക്കോസ് വെയിൻ അധികം കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ പ്രായം കൂടുന്തോറും ആണല്ലോ നമ്മുടെ ശരീരത്തിലെ എല്ലാം ഇങ്ങനെ വീക്കായി വരുന്നത്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന വാൽവുകളും പലപ്പോഴും പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് വീക്കാവും. ഒത്തിരി നേരം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്, ഒരിക്കലും അല്ല ജോജിൻ. ഒത്തിരി നേരം നിൽക്കുന്ന ആളുകളിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതൊന്നും അല്ലാത്ത ആളുകളിലും ഇരുന്ന് ജോലിയെടുക്കുന്ന ആളുകളിലും ഒക്കെ ഇത് കാണുന്നുണ്ട് കേട്ടോ. കാലിന് കറുപ്പ് വരുന്നുണ്ട്, പെയിൻ ഇല്ല. നോക്കൂ മൃദുല, ഇനീഷ്യലി ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ചേഞ്ചസ് ഒക്കെ ആയിരിക്കും. പതുക്കെ നിങ്ങളുടെ രക്തം, അതായത് അവിടെ രക്തം കെട്ടിക്കിടക്കുകയാണ്, രക്തചംക്രമണം കാലിലുള്ള മസിലുകൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഓക്സിജൻ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അപ്പൊ കാലക്രമേണ കാലിൽ മസിൽ ക്രാമ്പുകൾ വരികയും മസിൽ പിടിക്കുകയും കാലിന് ഭയങ്കരമായ വേദന വരികയും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെയ്യും. കരിച്ചു കളയാം എന്ന് പറയുന്നത് ഒരിക്കലും അല്ല. എന്താ കരിക്കുന്നത്? നമ്മുടെ വെയിനോ നമ്മുടെ രക്തധമനി നമുക്ക് കരിച്ചു കളയാൻ പറ്റുമോ? തെറ്റാണ് കേട്ടോ. ഭാവിയിൽ റിസ്ക് ഉണ്ടോ? സജിത്ത്, ഒരു റിസ്കും ഇല്ല. ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള ചെറിയൊരു സാധ്യത, വളരെ ചെറിയൊരു സാധ്യത ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു റിസ്കുകളും ഇതിനില്ല കേട്ടോ. ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നല്ല ചികിത്സ നാളെ പറഞ്ഞുതരാം, ധൃതി പിടിക്കല്ലേ കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഇന്ന് വാരിക്കോസ് വെയിനിനെ. വാരിക്കോസ് വെയിൻ കാലിൽ മാത്രമാണോ? അല്ല. നാരായണൻകുട്ടി, വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. വാരിക്കോസ് വെയിൻ ഏറ്റവും കൂടുതൽ കാണുന്നത് കാലിലാണ്. വേറെ പല സ്ഥലങ്ങളിലും വാരിക്കോസ് വെയിൻ കാണാം, പക്ഷെ വളരെ വളരെ റെയർ ആയിട്ടാണ്. ഓക്കെ, വരാതിരിക്കാൻ എന്ത് ചെയ്യണം? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഇങ്ങനെ കുറെ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകള് എപ്പോഴും, അതായത് എപ്പോഴും അതേ പൊസിഷനിൽ നിൽക്കാതെ കാലെപ്പോഴും അലക്കിക്കൊണ്ടിരിക്കാൻ. ഇപ്പൊ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളും കാല് തൂക്കിയല്ലേ ഇടുന്നത്. എപ്പോഴും നിങ്ങൾ കാലിങ്ങനെ എപ്പോഴും അനക്കിക്കൊണ്ടിരിക്കാൻ, അതായത് നിങ്ങളുടെ വിരലുകൾ ഇങ്ങനെ അനക്കുക, കാലിങ്ങനെ കാഫ് മസിൽസ് ഇങ്ങനെ ഇടയ്ക്ക് കാലിങ്ങനെ സൈക്കിൾ ചവിട്ടുന്ന പോലെ മൂവ്മെന്റ് ചെയ്യുക, ഇടയ്ക്കൊന്ന് കുറച്ചു നേരം നടന്നു വരിക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ കുറേ നേരം നിന്ന് അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൈകാലുകൾ അനക്കിക്കൊണ്ടേയിരിക്കണം. വാരിക്കോസ് വെയിൻ പുറത്ത് കാണാൻ പറ്റാത്ത സ്ഥലത്ത് വരാം. ഓക്കെ, സോ അപ്പൊ ഇന്നത്തെ ടോക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പൊ ഇഷ്ടം പോലെ പേര് 500-നടുത്ത ആളുകൾ കാണുന്നുണ്ട്. ദയവ് എല്ലാവരിലേക്കും ഈ ഒരു ടോപ്പിക് ഷെയർ ചെയ്തെത്തിക്കുക. കാരണം നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിന്റെ ചികിത്സാ രീതികളെ പറ്റിയിട്ടാണ്. തെറ്റായ ചികിത്സാ രീതികളും ശരിയായ ചികിത്സാ രീതികളും. സോ അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഷെയർ ചെയ്താലാണ് അവർക്ക് കൂടി നാളെ ഈ ടോക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും കേട്ടോ. സോ അപ്പൊ എല്ലാവർക്കും ശുഭദിനം, ഗുഡ് നൈറ്റ്, ബൈ.